ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് രാവിലെ വെള്ളമൊക്കെ തിളപ്പിച്ചു. ദോശയ്ക്കുള്ള മാവൊക്കെ ആക്കിയിട്ട് ഓരോ പണികൾ ഇങ്ങനെ ഒതുക്കിയിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. സ്ഥലമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ദോശയാക്കി രാവിലെ തേങ്ങാ ചമ്മന്തി ആയിരുന്നു. അതും ആക്കിയിട്ട് മോളെ സ്കൂളിൽ വിടണം. മോള് 10th അവൾക്ക് ഇന്ന് 2 എക്സാമാണ് ഉള്ളത്. അപ്പോൾ ലഞ്ചും തയ്യാറാക്കിയിട്ട് അവളെ വിടണം. അവളാണെങ്കിൽ ഒന്നാന്തരം ഭക്ഷണ വിരോധിയാണ്. എങ്ങനെയൊക്കെ ആഹാരം കൊടുത്താലും അയാൾക്ക് പിടിക്കില്ല. ഇതിൽ ഉള്ളിയോ വല്ല മുളകോ ഇട്ട് കഴിഞ്ഞാൽ അത് കഴിക്കില്ല, അതവിടെ മാറ്റി വെച്ചേക്കും. ഇങ്ങനെ വെറുതെ ഉപ്പിട്ട് ഇങ്ങനെ ഇളക്കി അത് സ്ക്രാമ്പിൾ ചെയ്ത് അങ്ങനെ കൊടുക്കുന്ന പുള്ളിക്കാരിക്ക് ഇഷ്ടം. അങ്ങനെ രാവിലെ മുട്ട ഒരു ചിക്കി പൊരിച്ചത് ഒരു ഐറ്റം ഉണ്ടാക്കി. പിന്നെ ചമ്മന്തി ഉണ്ടായിരുന്നു, ഇഞ്ചിക്കറി, പിന്നെ ചോറിൻ്റെ കാര്യമൊക്കെ ഭയങ്കര കോമഡിയാണ്. LKG UKG പിള്ളേർക്ക് കൊണ്ടുപോകുന്ന ബോക്സിലാണ് എൻ്റെ മോള് ചോറ് കൊണ്ടുപോകുന്നത്. അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരി തിരിച്ചിവിടെ കൊണ്ടുവന്നോളൂ. ചില സമയം ആലോചിക്കാറുണ്ട് ഇത് എന്തിൻ്റെ കുഞ്ഞാന്ന്, എന്തെങ്കിലും ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പറക്കി പാക്ക് ചെയ്തെല്ലാം വിട്ടു. അങ്ങനെ അവളെ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് ഞാൻ രാവിലെ എൻ്റെ ബാക്കി പണികളൊക്കെ തീർത്തു. അവൾ സമയമായപ്പോഴത്തേനും അവളും പോയി. രാവിലെ ഇവിടെ ഒത്തിരിയും ജോലി ഉണ്ടായിരുന്നു. നമ്മൾ ഓണമാകുമ്പോൾ ഒരു പ്രത്യേകം ഒരു വൈബല്ലേ, ഉള്ളതെല്ലാം പറക്കിയിട്ട് കഴുകണം, എടുത്ത് വെക്കണം, അങ്ങനെ ഒത്തിരി സമയം പോയി. ഉള്ള കവറുകളെല്ലാം പറക്കി വെച്ചേക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണം. കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് കവറ് തരില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇഷ്ടം പോലെ കവറും കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ആക്രിയെല്ലാം പറക്കി ഇവിടെ വെച്ചേക്കുന്നത്. ഉച്ചയ്ക്ക് ഞങ്ങൾ പിന്നെ പുറത്തുനിന്ന് കഴിച്ചത്, കാരണം കറിയൊക്കെ കുറവായിരുന്നു. അപ്പോഴും പറഞ്ഞു സാരമില്ല, നമുക്കിന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ഊണായിരുന്നു. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം. പിന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട്, എനിക്ക് അവിടെ തെങ്ങ് കണ്ടു, അത് നിറച്ചും കായുണ്ട്. അതിനെല്ലാം കണ്ട് ഓമനിച്ച് തിരിച്ച് സൂപ്പർ മാർക്കറ്റിലോട്ട് പോയി. ഞാൻ വിചാരിച്ചതിൻ്റെ അത്ര തിരക്കൊന്നുമില്ലായിരുന്നു. എല്ലാ സാധനങ്ങളും ഞാൻ മേടിച്ച് കഴിഞ്ഞിട്ടുള്ള വായ്നോട്ടമാണിത്. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നടക്കാനൊക്കെ ഉണ്ട്. ഓരോന്ന് കണ്ടിട്ട് എടുത്ത് അതിൻ്റെ വിലയൊക്കെ നോക്കി വീണ്ടും അവിടെ തിരിച്ച് വെച്ച്, ഇതൊന്നും ഞാൻ ജന്മം ചെയ്താൽ വാങ്ങിക്കില്ല എന്ന് എനിക്കും അറിയാം, ആ കടക്കാർക്കും അറിയാം. മിക്ക ദിവസവും ഞാൻ വന്നിട്ട് ഇതേപോലെ പറക്കി നോക്കിയിട്ട് തിരിച്ച് വെക്കും. പിന്നെ അവിടെ നിന്ന് എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ല് ചെയ്ത് വീട്ടിലോട്ട് വന്ന് കൂടെ ഓരോ മഴ പെയ്യുന്ന കാരണം പ്രകൃതി നമ്മുടെ വീട്ടുമുറ്റത്ത് വരെ എത്തി. ഇത് പറമ്പൊന്നുമല്ല, ഞങ്ങളുടെ കറക്റ്റ് മുറ്റമാണ്. മുറ്റത്തിൻ്റെ അവസ്ഥയാണിത്. എത്ര പോച്ച പറിച്ചാലും 2 മഴ പെയ്യുമ്പോൾ ഇതെല്ലാം കിളിർത്ത് നല്ല പരുവത്തിന് വരും. 2 ചെടി നട്ടാൽ അതിട്ട് കിളിക്കത്തുമില്ല. എന്തായാലും ഓണം ആയതിൻ്റെ പേരിൽ ഇനി ഇതെല്ലാം കുത്തിയിരുന്ന് പറിച്ച് കളയണം. ഇതാണ് വലിയ ജോലി. പിന്നെ വൈകിട്ടായപ്പോഴത്തേന് കൊഞ്ച് നെത്തോലി ഉണ്ടായിരുന്നു, അതിന് കറിയാക്കണം. എല്ലാ വർഷവും ഞങ്ങൾക്ക് പായസത്തിനായിട്ട് കൃത്യമായിട്ട് ഞാലിപ്പൂവൻ തരുന്ന വാഴയെ സ്മരിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ്. ഇനി കുറച്ച് പണികളും കൂടെ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് രാവിലെ വീണ്ടും യുദ്ധം ആരംഭിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ അവസാനിക്കുന്നു.